ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർ ക്ലാസ്സസ്. അഞ്ജിത് സാർ ആണ്, ബയോളജി ആണ്. മക്കളെ, സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരുന്നു ഡാർവിനിസം. മക്കളെ, സോ ഡാർവിനിസം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഡാർവിനിസം, ഓക്കെ, ഡാർവിനിസം എന്ന ഒരു സിദ്ധാന്തം തിയറി ഉണ്ടാക്കിയ മനുഷ്യന്റെ പേര് ചാൾസ് ഡാർവിൻ എന്നാണ്. മക്കളെ, ചാൾസ് ഡാർവിൻ ട്ടോ, ചാൾസ് ഡാർവിൻ 1809 ജനിച്ച് 1809 ജനിച്ച് 1882 മരണപ്പെട്ട വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. മക്കളെ, ഡാർവിനിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ, ഡാർവിനിസം എന്ന തിയറിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദി തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നുകൂടി അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ ശ്രദ്ധിക്കൂ, ഡാർവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡാർവിൻ മക്കളെ 1831 ഇൻ ദി ഇയർ 1831 1831 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡാർവിനോട് പറയാണ് തീരപ്രദേശങ്ങളുടെ മാപ്പ് ഉണ്ടാക്കണം, ഭൂപടം ഉണ്ടാക്കണം, കോസ്റ്റൽ ഏരിയാസിന്റെ മാപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന്, ഓക്കെ, ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയാണ് ഡാർവിൻ. സോ ഇംഗ്ലണ്ടിൽ നിന്ന് 1831 തന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഡാർവിൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം തീരപ്രദേശങ്ങളുടെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഓക്കെ, കോസ്റ്റൽ ഏരിയാസിന്റെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. 1831 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു? ടു മേക്ക് ദി മാപ്പ് ഓഫ് കോസ്റ്റൽ ഏരിയാസ്, കോസ്റ്റൽ ഏരിയാസിന് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സഞ്ചരിച്ചു. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ സഞ്ചരിച്ചു കേട്ടോ, ശ്രദ്ധിക്കണം. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേര് HMS ബീഗിൾ എന്നാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം തീരപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനായിട്ട് HMS ബീഗിൾ എന്ന കപ്പൽ സഞ്ചരിച്ചു. എവിടെയെല്ലാം പോയി, എവിടെയെല്ലാം സഞ്ചരിച്ചു ശ്രദ്ധിക്കൂ. അമേരിക്കയിൽ പോയി, അമേരിക്ക, സദേൺ അമേരിക്ക അല്ലെ, തെക്കേ അമേരിക്കയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയി, ഓസ്ട്രേലിയ. ആൻഡ് അവസാനം ഗാലപ്പഗോസ് ദ്വീപിലെത്തി. മക്കളെ, ഗാലപ്പഗോസ് ദ്വീപിലെത്തി. ഓക്കെ, ഗാലപ്പഗോസ് ദ്വീപിലെത്തിയ ഡാർവിൻ ഭയങ്കരമായിട്ട് അന്തം വിട്ടുപോയി, ഭയങ്കരമായിട്ട് അസ്റ്റോണിഷ്ഡ് ആയിപ്പോയി, സർപ്രൈസ് ആയിപ്പോയി. കാരണം അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു, അല്ലെ, പ്രകൃതിയെ സ്നേഹിച്ച, ഭക്ഷണത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു ഡാർവിൻ. ആ ഡാർവിൻ ഗാലപ്പഗോസിൽ എത്തിയപ്പോൾ കണ്ടത് നിരവധി ഫിഞ്ചസ്, അല്ലെ, 14 തരം ഫിഞ്ചസിന് ആര് കണ്ടു? ഡാർവിൻ കണ്ടു. ഈ 14 തരം ഫിഞ്ചസ് എങ്ങനെ ഉണ്ടായി എന്ന് ഡാർവിൻ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് കാര്യം നോട്ട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു, ഒരുപാട് എഴുതി വെച്ചു. അങ്ങനെ 1836 എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ചു ഇംഗ്ലണ്ടിലെത്തി. 1836 തിരിച്ചു ഇംഗ്ലണ്ടിലെത്തി. സെറ്റല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 1836 തിരിച്ചെത്തിയ ഡാർവിൻ വീണ്ടും ഈ കുരുവികളുടെ വൈവിധ്യത്തെ പറ്റി പഠിക്കാൻ തുടങ്ങി. 14 തരം കുരുവി ഉണ്ടായിരുന്നു, അല്ലെ, നമുക്കറിയാം ഗാലപ്പഗോസിൽ 14 തരം കുരുവി ഉണ്ടായിരുന്നു. അവരുടെ ചുണ്ടിലെ വൈവിധ്യം കാരണമാണ് 14 തരം കുരുവി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ 14 തരം കുരുവി എങ്ങനെ ഉണ്ടായി എന്ന പഠനത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് അതിന്റെ പുറകെയായിരുന്നു. ആ ഇടയ്ക്കാണ് ഒരു വ്യക്തിയുടെ ചിന്താഗതിയുമായിട്ട് ഡാർവിൻ ഭയങ്കര സ്ട്രൈക്ക് ആണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധ ആകർഷിച്ചു ഡാർവിനെ. ഓക്കെ, ആരായിരുന്നു അത്? ഹൂ വാസ് ദാറ്റ്? ആരായിരുന്നു അത്? ശ്രദ്ധിക്കൂ. തോമസ് മാൽത്തൂസ്, an English economist and demographer. മക്കളെ, എക്കണോമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണോ, സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാ ശാസ്ത്രജ്ഞനുമാണ്. അത് മനുഷ്യന്മാരെ പറ്റി, മനുഷ്യന്മാരെ പോപ്പുലേഷനെ പറ്റി, അത് മനുഷ്യന്മാരുടെ ജനസംഖ്യയെ പറ്റി, മനുഷ്യന്മാരുടെ സമ്പത്തിനെ പറ്റി സംസാരിക്കുന്ന, റിസർച്ച് ചെയ്ത മനുഷ്യനാണ് തോമസ് മാൽത്തൂസ്. റോബർട്ട് തോമസ് മാൽത്തൂസ് എന്നാണ് ഫുൾ നെയിം. ഇദ്ദേഹത്തിന്റെ ഐഡിയോളജിയുമായിട്ടാണ് ഡാർവിൻ സ്ട്രൈക്ക് ആയത്. എന്താണ് തോമസ് മാൽത്തൂസ് പറഞ്ഞത്? ഇത്രയും മാത്രം ഡാർവിനെ എത്രയും ആകർഷിക്കാൻ മാത്രം അദ്ദേഹം എന്തു പറഞ്ഞു? ശ്രദ്ധിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കും മക്കളെ, when the human population grows rapidly, മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ, മനുഷ്യന്മാരുടെ ജനസംഖ്യ ക്രമാതീതമായി പെട്ടെന്ന് വർദ്ധിച്ചാൽ ഫുഡ് പ്രൊഡക്ഷൻ വിൽ നോട്ട് ഇൻക്രീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ്. അതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ ഉൽപാദനം കൂടില്ല. മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ പെട്ടെന്ന് വർദ്ധിച്ചാൽ അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ഉൽപാദനം കൂടില്ല. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലംസ് സച്ച് ആസ് പോവർട്ടി.
അല്ലെ? എല്ലാവർക്കുള്ള ഭക്ഷണം കിട്ടുന്നില്ല, എല്ലാവർക്കുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ല, ദാരിദ്ര്യം ഉണ്ടാകും. കാലക്രമേണ ഭക്ഷണം കിട്ടാണ്ട് ഡിസീസ്, അസുഖം ഉണ്ടാകും. അങ്ങനെ ആൾക്കാർ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകും, ഭക്ഷണത്തിനായിട്ട് യുദ്ധം ചെയ്യും. സോ സോ എന്തു പറഞ്ഞു മക്കളെ? എന്തു പറഞ്ഞു? മനുഷ്യ ജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷണ ഉൽപാദനം അതിനനുസരിച്ച് വർദ്ധിക്കില്ലെന്നും, ഭക്ഷണ ഉൽപാദനം വർദ്ധിക്കുക, എല്ലാവർക്കുള്ള ഭക്ഷണം കിട്ടില്ല, ഇത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും, അസുഖമുണ്ടാക്കും, രോഗമുണ്ടാക്കും, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വാദിച്ചു. മാൽത്തൂസിന്റെ ഈ ചിന്ത ഡാർവിനെയും ഏറെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ ഈ ചിന്തയൊക്കെ കടമെടുത്തുകൊണ്ട് അപ്പൊ ഡാർവിന് എന്തോ കിട്ടി, എന്തോ ഒരു ഐഡിയോളജി, ഒരു തോട്ട് കിട്ടി. അങ്ങനെ ഈ ചിന്തയെല്ലാം കടമെടുത്തുകൊണ്ട് ഡാർവിൻ തന്റെ പഠനങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ തന്റെ പഠനങ്ങൾ പൂർത്തിയാക്കിയ ഡാർവിൻ 1858 ഒരു സയൻസ് കോൺഫറൻസിൽ വെച്ച്, ഒരു ശാസ്ത്ര സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പുറത്തിറക്കി, അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പങ്കുവെച്ചു. ആരെ കൂടെയാണ്? along with ആൽഫ്രഡ് റസൽ വാലസ്. ആൽഫ്രഡ് റസൽ വാലസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൂടെ, ഒരു ശാസ്ത്രജ്ഞന്റെ കൂടെ ഡാർവിനും എന്ത് ചെയ്തു? തന്റെ പഠനങ്ങൾ പങ്കുവെച്ചു. തൊട്ടടുത്ത വർഷം 1858 അദ്ദേഹം പഠനങ്ങൾ പങ്കുവച്ചത്. തൊട്ടടുത്ത വർഷം 1859 1859 എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബുക്ക് ഇറക്കി. ബുക്കിന്റെ പേര് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇമ്പോർട്ടന്റ് ആണ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും കാര്യമാണ് ഡാർവിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം ഡാർവിന്റെ തിയറിയെ പറ്റിയാണ്. ഡാർവിനിസം അഥവാ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെ പറ്റിയാണ്. ശ്രദ്ധിക്കണം. എന്താ, ഇതൊരു ഫിഗർ ഉണ്ട്, ഫിഗറിലേക്ക് ഞാൻ വരാം. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ ഫിഗർ നോക്കിയാൽ ഇവിടെ ഒരു ആൻസെസ്ട്രൽ ഫിഞ്ച് ഉണ്ട്. ആൻസെസ്ട്രൽ ഫിഞ്ച്, അതായത് പണ്ട് ആ ഒരു ദ്വീപിലുണ്ടായിരുന്ന ഏറ്റവും പഴയ ഫിഞ്ച്, ഏറ്റവും പഴയ കുരുവി. ആ ആൻസെസ്ട്രൽ ഫിഞ്ചിൽ നിന്ന് സീഡ് ഈറ്റിംഗ് ഫിഞ്ച് ഉണ്ടായി, അല്ല സീഡ് ഈറ്റിംഗ് ഫിഞ്ച്, വിത്ത് ഭക്ഷിക്കുന്ന കുരുവി ഉണ്ടായി. എന്താ, കാക്ടസ് ഈറ്റേഴ്സ്, കള്ളിമുൾച്ചെടി ഭക്ഷിക്കുന്ന കുരുവി ഉണ്ടായി. എന്താ, ഇൻസെക്ട് ഈറ്റേഴ്സ്, ഇൻസെക്റ്റിനെ, പ്രാണികളെ കഴിക്കുന്ന കുരുവി ഉണ്ടായി. ഓക്കെ, ഇത് 3 ആൾക്കാരെ മാത്രമേ കൊടുത്തുള്ളൂ. ഇനിയും 11 ആൾക്കാർ വേറെ ഉണ്ട്. 14 തരം കുരുവി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നോക്കാം ഡാർവിന്റെ തിയറി എന്തായിരുന്നു. ഓക്കെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് 5 പോയിന്റ്സിലാണ്. വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റ്സിലാണ്. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഓവർ പ്രൊഡക്ഷൻ. അമിതോൽപാദനം, ഓവർ പ്രൊഡക്ഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഓവർ പ്രൊഡ്യൂസ് ചെയ്യുക, ഓവറായിട്ട് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അല്ലെ, ജീവികൾ അവരുടെ ചുറ്റുപാടിൽ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? റീപ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ജീവികൾ അവയുടെ ചുറ്റുപാടിൽ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്തതായിരുന്നത് ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം. വേരിയേഷൻ. ഓക്കെ, ഈ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക്, ഉണ്ടാവുന്ന സന്താനങ്ങൾക്കിടയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യത്തിൽ? സൈസ്, അല്ലെ, വലുപ്പത്തിൽ, സീഡ് പ്രൊഡക്ഷൻ, വിത്തുൽപാദനത്തിൽ, ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി. ഉണ്ടാകുന്ന പക്ഷികളെ എല്ലാവരും ഒരേപോലെയാണോ? ഒരിക്കലുമല്ല, അല്ലെ. ഉണ്ടാകുന്ന പക്ഷികൾക്കിടയിൽ അവരുടെ സൈസിൽ, അവരുടെ സീഡ് പ്രൊഡക്ഷൻ, വിത്തുൽപാദനത്തിൽ, അവരുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയിൽ എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. അതാണ് വേരിയേഷൻ, വ്യതിയാനം. മക്കളെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള മത്സരം. ശ്രദ്ധിക്കൂ, ഓവർ പ്രൊഡക്ഷൻ വന്നില്ലേ, അമിതോൽപാദനം സംഭവിച്ചില്ലേ? അമിതോൽപാദനം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കുള്ള ഫുഡ് കിട്ടും, എല്ലാവർക്കും ഭക്ഷണം കിട്ടും? ഒരിക്കലുമില്ല. എല്ലാവർക്കുമുള്ള ഷെൽട്ടർ കിട്ടുമോ? താമസ സൗകര്യം കിട്ടുമോ? ഒരിക്കലുമില്ല. എല്ലാവർക്കും ഇണചേരാനുള്ള ഇണയെ കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കുള്ള ഭക്ഷണം കിട്ടില്ല, എല്ലാവർക്കുള്ള താമസിക്കാനുള്ള സ്ഥലം കിട്ടില്ല, എല്ലാവർക്കും ഇണചേരാനുള്ള ഇണയെ കിട്ടില്ല. സോ സ്വാഭാവികമായിട്ടും അവരെന്ത് പോകും? അവരൊരു മത്സരത്തിലേക്ക് പോകും. അല്ലേടാ, ഒന്നാലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാദർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ സിബ്ലിംഗ്, ഒരു ഏട്ടനോ അനിയനോ ചേച്ചിയോ അനിയത്തി ആരെങ്കിലും എന്ന് വിചാരിക്കാം. ഓക്കെ, കൊണ്ടുവന്നപ്പോൾ ഒരു ബിരിയാണി കൊണ്ടുവന്നുള്ളൂ. ഇമാജിൻ, അച്ഛന്റെ മനസ്സിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുന്നുള്ള രീതിയിൽ ഒരു ബിരിയാണി കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 പേരുണ്ട്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു തർക്കം, ഒരു അടി വരും, ഒരു ഫൈറ്റ് സംഭവിക്കും ആ ബിരിയാണിക്കായിട്ട്, അല്ല ആ ബിരിയാണി ലെഗ് പീസിനായിട്ട്, അല്ലേ? സോ സ്വാഭാവികമായിട്ടും സംഭവിക്കും, ഇവിടെ ഭക്ഷണം കുറഞ്ഞു, ഷെൽട്ടർ കുറഞ്ഞു,
മെയ്റ്റ്സ് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരൊരു കോമ്പറ്റീഷനിലേക്ക് പോയി, ഒരു മത്സരത്തിലേക്ക് പോയി. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള മത്സരം. നിലനിൽക്കാൻ വേണ്ടി അവർ തമ്മിൽ മത്സരിച്ചു. നിലനിൽപ്പിനായുള്ള മത്സരം മക്കളെ. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവനം. അർഹതപ്പെട്ടവർ മാത്രം അതിജീവിച്ചു. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? അതായത് ആർക്കാണോ അവിടെ മുൻഗണന ഉണ്ടായിരുന്നത്, ആർക്കാണോ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു വെക്കാൻ സാധിച്ചത്, ആർക്കാണോ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ സാധിച്ചത്, അവര് മാത്രം എന്ത് ചെയ്തു? നിലനിന്നു. അതായത് എല്ലാവർക്കുള്ള ഭക്ഷണം കിട്ടിയില്ലല്ലോ. ആ സമയത്ത് ചിലര് മറ്റുള്ള ഭക്ഷണ മാർഗങ്ങൾ തേടിപ്പോയി. ഓക്കെ, ചിലരെന്ത് ചെയ്തു? ഇൻസെക്റ്റിനെ കഴിക്കാൻ തുടങ്ങി. ചിലരെന്ത് ചെയ്തു? കള്ളിമുട്ടിനെ കഴിക്കാൻ തുടങ്ങി. ചിലരെന്ത് ചെയ്തു? സീഡ്, വിത്ത് കഴിക്കാൻ തുടങ്ങി. അല്ലെ, നമ്മള് മന്തി കിട്ടിയില്ലെങ്കിൽ ബിരിയാണിയിൽ കോംപ്രമൈസ് ചെയ്യൂലേ നമ്മള്? അതേപോലെ അവർ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത്, ആ കഴിച്ചുകൊണ്ടിരുന്ന സാധനം അവർക്ക് ലഭ്യത കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? അപ്പൊ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ മറ്റുള്ള ഭക്ഷണ മാർഗങ്ങൾ സ്വീകരിച്ചു. കണ്ടോ, ഇയാൾ എന്ത് ചെയ്തു? കുറച്ചാൾക്കാര് ഇൻസെക്റ്റിനെ കഴിക്കാൻ പോയി, കുറച്ചാൾക്കാര് കാക്ടസ് കഴിക്കാൻ പോയി, കുറച്ചാൾക്കാര് സീഡ് കഴിക്കാൻ പോയി. മറ്റുള്ള ഭക്ഷണ മാർഗങ്ങൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ച ഭക്ഷണമാർഗം, അത് അവർ മറ്റുള്ള ഭക്ഷണമാർഗം സ്വീകരിച്ചു. അതിന് അവർക്ക് എന്തുണ്ടായിരുന്നു? ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻ. മറ്റുള്ള ഭക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കാൻ പോയത് എന്തുകൊണ്ടാണ്? അവർക്ക് ഫേവറബിൾ കണ്ടീഷൻ, ആ ഭക്ഷണം കഴിക്കാൻ പാകത്തുള്ള ചുണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് അനുയോജ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം. ശ്രദ്ധിക്കണം, ഈ അനുയോജ്യമായ മാറ്റം വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അതൊരു പുതിയ സ്പീഷീസ് ആയി മാറി. ശ്രദ്ധിക്കുക, നോക്കിയേ, ഇൻസെക്ട് ഈറ്റേഴ്സ്, പ്രാണികളെ കഴിക്കുന്ന ഈ കുരുവിക്ക് ചെറിയ ചുണ്ട. അങ്ങനെ പ്രാണികളെ കഴിക്കുന്ന ഈ കുരുവികൾ എന്ത് ചെയ്തു? ചെറിയ ചുണ്ടുള്ള കുരുവികൾ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് കുഞ്ഞുണ്ടായി. അങ്ങനെ കാലക്രമേണ ഈ മാറ്റം കൈമാറി ചെറിയ ചുണ്ടുള്ള ഫിഞ്ചസ് ഒരു സ്പീഷീസ് ആയി മാറി. നോക്കൂ, വലിയ കൂർത്ത കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള കൂർത്ത ചുണ്ടുള്ള ഫിഞ്ചസ്, ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് പ്രത്യുൽപാദനം നടത്താൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ കാര്യക്ഷമമായി പ്രത്യുൽപാദനം നടത്തിയപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ തലമുറയായിട്ട് ആ മാറ്റം കൈമാറ്റം ചെയ്യപ്പെട്ടു. അവരെന്തായി മാറി? ഒരു പുതിയ ജീവിവർഗമായി മാറി. കണ്ടോ, വിത്ത് കഴിക്കാൻ പാകത്തുള്ള ചുണ്ട്, വലിയ ചുണ്ട അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ചുണ്ടുള്ള ജീവികൾ, അല്ലെങ്കിൽ ആ ചുണ്ടുള്ള ഫിഞ്ചസ്, ആ ചുണ്ടുള്ള കുരുവികൾ തമ്മിൽ എന്തായി? പ്രത്യുൽപാദനം നടത്തി കാലക്രമേണ ആ മാറ്റം കൈമാറ്റം ചെയ്യപ്പെട്ടു. അവരെന്തായി മാറി? പുതിയൊരു ജീവിവർഗമായി മാറി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം. അല്ലെ, ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാൻ വളരെ കാര്യമായിട്ട് പറയാണ്. ഈ പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഈ ഡാർവിനിസം എന്ന് പറയുന്ന ഈ ഒരു തിയറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ എക്സാമിന് പുറത്തുനിന്നൊരു കൺസെപ്റ്റ് തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭാഗം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. സെറ്റല്ലടാ? സോ ഇത്രയും നേരം നമ്മൾ ഡാർവിനിസം എന്ന ഒരു സിദ്ധാന്തത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൺസെപ്റ്റ് മുഴുവൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുക മക്കളെ. സോ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട്, അടുത്തൊരു ടോപ്പിക് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം മക്കളെ. സോ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം അഞ്ജിത് സാർ.